കൂട്ടുകാരെ, പത്രമാറ്റിലെ നമ്മുടെ ആദർശിൻ്റെ പുതിയ ഈ മാറ്റം നമ്മൾക്ക് എത്രത്തോളം വിശ്വസിക്കാനാകും? അതേ പ്രേക്ഷകരെ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. നമ്മുടെ നയനെ ഇങ്ങനെ ഉടുത്തൊരുക്കി അണിയിച്ചൊരുക്കിയൊക്കെ പുറത്തു കൊണ്ടുപോകും. തിരിച്ച് വരുമ്പോൾ നമ്മുടെ ദേവയാനി കിടന്ന് ഒച്ചയെടുക്കുമ്പോൾ നമ്മുടെ ആദർശിൻ്റെ വീണ്ടും നയന ശത്രുവായി മാറും. അപ്പം ഇനി എന്തായിരിക്കും? ഇപ്പോഴും അങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ അതിന് വല്ല മാറ്റവും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ആ ഒരു പ്രൊമോയിലും നമ്മുടെ ആദർശ നയനെ അണിയിച്ചൊക്കെ ഒരുക്കി പുറത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കലും എന്താ പറയുക, രാത്രി പൂവൊക്കെ മേടിച്ച് തലയിൽ ചൂടിക്കൊടുക്കുന്ന രംഗമൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അവളാണ് നമ്മുടെ ജലജയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അവൾ കാരണം കോഴികളുടെ ബിസിനസ്സൊക്കെ കിട്ടി, അതൊക്കെ ശരി, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആദർശിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, അവളെന്നും എനിക്ക് ശത്രു തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക ദേവയാനി. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കിരൺ നമ്മുടെ ആദർശിനെ നയനെ എങ്ങനെയെങ്കിലും സെറ്റാക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാട്ടോ. അപ്പം നമ്മുടെ കിരൺ പറയുന്നുണ്ട്, നിങ്ങൾ എന്നേക്കുമായി ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് വെച്ചാലോ, എൻ്റെ ഫാമിലി നിൻ്റെ ഫാമിലിയും കൂടെ, നീ എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ശേഷം നമ്മുടെ ആദർശ നയനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊരു രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു നയനയുടെ ആഗ്രഹം എത്രയും വേഗം സാധിക്കട്ടെ. ആദർശം നയനയും എല്ലാം കൊണ്ടും ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുന്നൊരു രംഗങ്ങൾ. അതേ പ്രേക്ഷകരെ, അതാണ് നമ്മൾ പത്രമാറ്റി തുടങ്ങിയ കാലം മുതൽ അല്ലേ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്. ആദർശിൻ്റെയും നയനയുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ അതിനായിട്ടാണ് ഇത് വെയിറ്റിങ്. അന്നേരം നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.